ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഈ ചാനലിലെ വീഡിയോകൾ ഇഷ്ടമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. അതോടൊപ്പം വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ കമന്റുകളും പോസ്റ്റ് ചെയ്യാൻ സാധിക്കും. നമസ്കാരം, SS മീഡിയയുടെ ഓൺലൈൻ PSC കോച്ചിങ്ങിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഷൈൻസി. അപ്പോൾ നമുക്ക് ഇന്നത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ. ആദ്യം മുതൽ അവസാനം വരെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും തുല്യ പ്രാധാന്യമാണുള്ളത്. അതുകൊണ്ട് ആദ്യം മുതൽ ഈ അവസാനം വരെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തീർച്ചയായിട്ടും കണ്ടിരിക്കുക. നമുക്ക് ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. വേൾഡ് ലയൺ ഡേ എന്നാണ്. അപ്പോൾ വേൾഡ് ലയൺ ഡേ ആചരിക്കുന്നത് ഓഗസ്റ്റ് 10-നാണ്. അപ്പോൾ ഓഗസ്റ്റ് 10-നാണ് ലോക, അതായത് വേൾഡ് ലയൺ ഡേ ആചരിക്കുന്നത്, അല്ലേ? അപ്പോൾ എന്തിനാണ് ഇത് ആചരിക്കുന്നത്? സിംഹങ്ങളെ കുറിച്ചുള്ള അവയർനെസ് മനുഷ്യരിൽ എത്തിക്കുക, സിംഹങ്ങളെ എങ്ങനെ സംരക്ഷിക്കാം, സിംഹങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളും അവയുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മനുഷ്യരിൽ ഒരു അവയർനെസ് പോലെ എത്തിക്കുവാൻ വേണ്ടിയാണ് വേൾഡ് ലയൺ ഡേ ആചരിക്കുന്നത്. അപ്പോൾ ഇതെന്നാണ്? ഓഗസ്റ്റ് 10-നാണ്. ഇനി അടുത്ത ചോദ്യം, ഏഷ്യൻ കോളേജ് ഓഫ് ജേർണലിസം 2019 അവാർഡ് ആർക്കൊക്കെയാണ് ലഭിച്ചതെന്നാണ്. ACJ 2019 ഏഷ്യൻ കോളേജ് ഓഫ് ജേർണലിസം, അതിന്റെ 2019 അവാർഡ് ലഭിച്ചത് 2 പേർക്കാണ്. ഒന്ന് ശിവ് സഹായ് സിംഗിനും നിതിൻ സേദിക്കുമാണ്. അപ്പോൾ നിതിൻ സേദിക്കും ശിവ് സഹായ് സിംഗിനുമാണ് ഏഷ്യൻ കോളേജ് ഓഫ് ജേർണലിസം അവാർഡ് 2019 ലഭിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ചീഫ് സയന്റിസ്റ്റായ സൗമ്യ സ്വാമിനാഥനാണ് നൽകുന്നത്. അപ്പോൾ ചോദ്യം എന്തായിരുന്നു? ഏഷ്യൻ കോളേജ് ഓഫ് ജേർണലിസം അവാർഡ് 2019 ആർക്കാണ് ലഭിച്ചിരുന്നത്? 2 പേർക്കാണ്, ശിവ് സഹായ് സിംഗിനും നിതിൻ സേദിക്കും. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്തൊരു ചോദ്യമാണ്, നമുക്കെല്ലാവർക്കും സന്തോഷം കിട്ടുന്ന മറ്റൊരു ചോദ്യം. ICCയുടെ ഇന്റർനാഷണൽ പാനൽ ഓഫ് അമ്പയർസിലേക്ക് തിരഞ്ഞെടുക്കുക. അപ്പോൾ ICCയുടെ ഇന്റർനാഷണൽ പാനൽ ഉണ്ട്, അമ്പയർമാരുടെ. ആ പാനലിലേക്ക് ഒരു മലയാളിയെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ഏവരുടെയും പ്രിയങ്കരനായ കേരള ക്രിക്കറ്റ് ടീമിന്റെ മുൻ ക്യാപ്റ്റൻ, കേരള രഞ്ജി ക്രിക്കറ്റ് ടീമിന്റെ മുൻ ക്യാപ്റ്റനും ലെഗ് സ്പിന്നർ കൂടിയായ KN അനന്തപത്മനാഭനാണ്. അപ്പോൾ KN അനന്തപത്മനാഭൻ അറിയാം, ഇന്ത്യൻ ടീമിൽ ഒരു കാലത്ത് അനിൽ കുംബ്ലെ തിളങ്ങി നിന്നതുപോലെയാണ് കേരള ടീമിൽ KN അനന്തപത്മനാഭൻ തിളങ്ങി നിന്നത്. ഒരുപക്ഷെ അനിൽ കുംബ്ലെ ഉള്ളത് കൊണ്ടായിരിക്കണം KN അനന്തപത്മനാഭന് ഇന്ത്യൻ ടീമിലേക്കുള്ള വഴി അടഞ്ഞുപോയത് എന്നാണ് കരുതപ്പെടുന്നത്. വളരെ നല്ലൊരു ലെഗ് സ്പിന്നർ കൂടിയായിരുന്നു KN അനന്തപത്മനാഭൻ. ഇദ്ദേഹത്തിന്റെ ഫുൾ നെയിം എന്ന് പറഞ്ഞാൽ കരുമനശ്ശേരി നാരായണയ്യർ അനന്തപത്മനാഭൻ. കരുമനശ്ശേരി നാരായണയ്യർ അനന്തപത്മനാഭൻ എന്നാണ് ഇദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. അപ്പോൾ ഇദ്ദേഹം ICCയുടെ ഇന്റർനാഷണൽ പാനൽ ഓഫ് അമ്പയർസിന്റെ ആ ലിസ്റ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഇത് 4ാമത്തെ ആളാണ് കേട്ടോ. ആദ്യത്തെ ആള് ഷംസുദ്ദീൻ, അനിൽ ചൗധരി, പിന്നെന്താണ് വീരേന്ദർ ശർമ്മ. ഇങ്ങനെ 3 പേര് നേരത്തെ ഇന്ത്യയിൽ നിന്നുണ്ട്. 4ാമത്തെ ആള് മലയാളിയാണ്. അതുപോലെ മറുനാടൻ മലയാളിയാണ് നിതിൻ മേനോൻ എന്ന് പറയുന്ന മറുനാടൻ മലയാളി. അദ്ദേഹം ഇന്റർനാഷണൽ എലീറ്റ് അമ്പയർമാരുടെ എലീറ്റ് പാനലിൽ ഉള്ള വ്യക്തിയാണ്. അപ്പോൾ ചോദ്യം എന്തായിരുന്നു? ICCയുടെ ഇന്റർനാഷണൽ പാനൽ ഓഫ് അമ്പയർസിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ആരാണ്? KN അനന്തപത്മനാഭൻ. ഇനി അടുത്ത കുറച്ച് നിയമനങ്ങളാണ്. കോങ്കോയിലെ പുതിയ ഇന്ത്യൻ സ്ഥാനപതി. അപ്പോൾ കോങ്കോയിൽ പുതിയ ഇന്ത്യൻ സ്ഥാനപതി വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പേരാണ് രാംകരൺ വർമ്മ. അപ്പോൾ ആരാണ് കോങ്കോയിലെ പുതിയ ഇന്ത്യൻ സ്ഥാനപതി എന്ന് പറയുന്നത്? രാംകരൺ വർമ്മയാണ് കോങ്കോയിലെ പുതിയ ഇന്ത്യൻ സ്ഥാനപതി. ഇനി അതുപോലെ തന്നെ ഉസ്ബെക്കിസ്ഥാനിലും പുതിയ ഇന്ത്യൻ സ്ഥാനപതി വന്നിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് മനീഷ് പ്രഭാത് ആണ് ഉസ്ബെക്കിസ്ഥാനിലെ പുതിയ ഇന്ത്യൻ സ്ഥാനപതി എന്ന് പറയുന്നത്. ഇനി മറ്റൊരു രാജ്യം മോൾഡോവ റിപ്പബ്ലിക്കിലും പുതിയ ഇന്ത്യൻ സ്ഥാനപതി വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് രാഹുൽ ശ്രീവാസ്തവയാണ് മോൾഡോവ റിപ്പബ്ലിക്കിലെ പുതിയ ഇന്ത്യൻ സ്ഥാനപതി. ഇനി കെനിയയിൽ ഹൈക്കമ്മീഷണറായിട്ട് പുതിയ ഒരാളെ അപ്പോയിന്റ്മെന്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് വീരേന്ദ്ര കുമാർ പോൾ. അപ്പോൾ 4 പുതിയ ഇന്ത്യൻ പുതിയ സ്ഥാനപതിമാരെ കുറിച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. കോങ്കോയിൽ ആരാണ്? രാംകരൺ വർമ്മ. ഉസ്ബെക്കിസ്ഥാൻ മനീഷ് പ്രഭാത്. മോൾഡോവ റിപ്പബ്ലിക് രാഹുൽ ശ്രീവാസ്തവ. കെനിയയിൽ ആരാണ്? വീരേന്ദ്രകുമാർ പോൾ. ഇനി അടുത്ത ചോദ്യം ഇതാണ്, കേരളത്തിന്റെ പുതിയ IT സെക്രട്ടറി. നമുക്കറിയാം
സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് എം ശിവശങ്കറിന് ശേഷം സഞ്ജയ് കൗൾ ആയിരുന്നു താൽക്കാലിക ചുമതലയുള്ള IT സെക്രട്ടറി. ഇപ്പോൾ പുതിയ IT സെക്രട്ടറി കേരളത്തിൽ വന്നിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് മുഹമ്മദ് സഫറുള്ളയാണ് കേരളത്തിന്റെ പുതിയ IT സെക്രട്ടറി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങൾ ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് ചോദിച്ച ചോദ്യം ഇതായിരുന്നു: UPSCയുടെ പുതിയ ചെയർമാൻ ആര് എന്നുള്ളതാണ് ചോദ്യം. UPSCയുടെ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ പുതിയ ചെയർമാൻ ആര് എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് ചോദിച്ച ചോദ്യം. പ്രദീപ് കുമാർ ജോഷിയാണ് ഇതിന്റെ ഉത്തരം. ഇതിന്റെ ഉത്തരങ്ങൾ ശരിയായിട്ട് പോസ്റ്റ് ചെയ്ത എല്ലാവർക്കും കൺഗ്രാജുലേഷൻ അറിയിക്കുന്നു. ഇന്നത്തെ ചോദ്യം ഇതാണ്: നമ്മൾ പഠിച്ചായിരുന്നു മൗറീഷ്യസിന്റെ തീരത്ത് ഒരു ജപ്പാന്റെ ഓയിൽ ടാങ്കർ ഒരു പവിഴപ്പുറ്റിൽ ഇടിച്ച് അവിടെ ഇന്ധന ചോർച്ച നടന്നു എന്ന കാര്യം നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ അത് ഏത് ജപ്പാന്റെ ടാങ്കർ, അതിനൊരു പേരുണ്ട്, ആ പേര് ഏതെന്നുള്ളതാണ് ചോദ്യം. ഇതിന്റെ ഉത്തരം നിങ്ങൾക്ക് ഈ വീഡിയോയുടെ തൊട്ട് താഴെ കമന്റുകളായിട്ട് പോസ്റ്റ് ചെയ്യാം. ആദ്യം പോസ്റ്റ് ചെയ്യുന്ന വിജയിക്കാണ് ദിവസേന 1 GB എന്നുള്ള സമ്മാനം ലഭിക്കുന്നത്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു.